എല്ലാവർക്കും നമസ്കാരം. വീണ്ടും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ ഇടയായിട്ട് ഒരുപാട് കൺസൾട്ടേഷൻസ് പേരൻസ് വിളിച്ച് അവരുടെ കുട്ടികളുടെ പഠിത്തത്തെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് എന്തുകൊണ്ട് ഇവർ പഠിക്കുന്നില്ല, ഇവർക്ക് പഠിക്കാനുള്ള ചിലപ്പോൾ ജനിച്ച് കുറച്ച് വർഷമായിട്ടുണ്ടാവും, ഒരു 3, 4, 5 വയസ്സൊക്കെ ആയ കുട്ടികളുടെ കൂടെ ഹോറോസ്കോപ്പ് കൊണ്ടുവന്നിട്ട് ചോദിക്കും ഇവർക്ക് പഠിക്കാൻ എങ്ങനെയാണ്, ഇവർ പഠിച്ച് വലുതാവുമ്പോഴേക്കും എന്ത് മിടുക്കരാവോ, എങ്ങനെയാണ് ഇവർക്ക് പഠിത്തം കൊടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള പഠിത്തം എടുക്കണം, ഇതിനെ പറ്റിയിട്ടൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് പഠിത്തം നോക്കുന്ന സമയത്ത് എനിക്ക് എല്ലാവരുടെയും ചില ജാതകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് പെട്ടെന്ന് പഠിച്ച് മുന്നേറാനുള്ള കഴിവ് കുറവായിരിക്കും. ഓൾറെഡി ജന്മന ജാതകത്തിൽ അതിനുള്ള പൊസിഷൻസും ഗ്രഹങ്ങളുടെ പൊസിഷൻസും കളക്ഷൻസും അധികം കുറവായിരിക്കും. ഗ്രഹങ്ങൾ ചിലപ്പോൾ വീക്ക് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അവര് കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് വരണം. ചില ആൾക്കാരുടെ ജാതകം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് അധികം പ്രത്യേകിച്ചൊന്നും വേണ്ട, ഇവർക്ക് പെട്ടെന്ന് തന്നെ അത് ബുക്ക് വായിച്ച് മനസ്സിലാക്കാനും അത് എക്സാമിലൊക്കെ പേപ്പറിൽ എഴുതാനുമുള്ള കഴിവ് അസാമാന്യ കഴിവായിരിക്കും ഇവർക്ക്. അങ്ങനെ കുറച്ച് കണക്ഷൻസ് ഞാൻ അല്ലെങ്കിൽ എങ്ങനെയാണത് വർക്കാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ബുധനും വ്യാഴവും അതുപോലെ ചന്ദ്രനും സൂര്യനും, പ്രത്യേകിച്ച് ബുധനും വ്യാഴവും, ഇവര് രണ്ടുപേരുമാണ് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുള്ള കഴിവുകൾ തരുന്നതെന്നുള്ളതാണ്. ഈ രണ്ട് ഗ്രഹങ്ങളും ഒരാളുടെ ജാതകത്തിൽ വീക്ക് ആണെങ്കിൽ, ഇല്ലെങ്കിൽ അവർക്ക് വേറെ കണക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ 2-3 കണക്ഷനുണ്ട്. ഞാൻ കണക്ഷനും കൂടി പറയാം. കുറച്ച് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുന്നതും 3-ാം ഭാവാധിപനായ ഗ്രഹം 3-ൽ നിൽക്കുന്നതും, 3-ാം ഭാവാധിപനായ ഗ്രഹം 3-ൽ നിൽക്കുമ്പോൾ തന്നെ രണ്ടുമായിട്ട് കണക്ഷൻ ആ ഗ്രഹത്തിന് ഏതെങ്കിലും വഴി വരികയാണെങ്കിലും, അതുപോലെ തന്നെ 4-നും ബലം കിട്ടുന്നതും, അതുപോലെ 2-ാം ഭാവാധിപൻ 9 ആയിട്ടുള്ള കണക്ഷനും 3-ാം ഭാവാധിപൻ 9 ആയിട്ടുള്ള കണക്ഷനും, അതുപോലെ 4-ാം ഭാവാധിപനും 2 ആയിട്ട് കണക്ഷൻ വരുന്നതും, 5-ാം ഭാവാധിപനായി 2-ാം ഭാവാധിപനും കണക്ഷൻ വരുന്നതും ഒക്കെ തന്നെ 3-5 കണക്ഷനിൽ ബലപ്പെട്ട് വരികയൊക്കെ ചെയ്താൽ തന്നെ അത്യാവശ്യം ഇവർക്ക് പഠിക്കാനുള്ള ഒരു കഴിവ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ജാതകത്തിൽ വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഈ കണക്ഷൻസ് ഒക്കെ വരികയും ഈ കണക്ഷനിൽ ഏതെങ്കിലും 1-2 വരികയും ഏതെങ്കിലും വിധേന നക്ഷത്രപരമായോ 2-ാം ഭാവാധിപൻ ഇരിക്കുന്നത് 5-ാം ഭാവാധിപന്റെ നക്ഷത്രത്തിലോ, 3-ാം ഭാവാധിപൻ ഇരിക്കുന്നത് 2-ാം ഭാവാധിപന്റെ നക്ഷത്രത്തിലോ, 2-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിൽ ഇരിക്കുകയോ, ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ പ്രത്യേകിച്ച് ബുധൻ ഇല്ലെങ്കിൽ വ്യാഴം ഇരിക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ പഠിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബുധനാണ് നമുക്ക് ബുക്ക് വായിച്ച്, നമ്മളൊരു ബുക്ക് എടുത്ത് അത് വായിച്ച് മനസ്സിലാക്കി മെമ്മറി പവർ ആയി അത് പേപ്പറിൽ എഴുതാൻ സഹായിക്കുന്നത്, നമുക്ക് അനുഗ്രഹിക്കുന്നത് ബുധനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ബുധൻ ജാതകത്തിൽ ബലപ്പെട്ടിരുന്ന് ലഗ്നാധിപനായി ലഗ്നത്തിൽ തന്നെ ബുധൻ ഇരിക്കുകയോ, ഇല്ലെങ്കിൽ ലഗ്നത്തിൽ ബുധൻ അത്യാവശ്യം നല്ല ബലത്തിലിരിക്കുകയോ, ഇല്ലെങ്കിൽ 2-ാം ഭാവാധിപനായി ബുധൻ 2-ാം ഭാവത്തിൽ ഇരിക്കുകയോ, 3-ാം ഭാവാധിപനായി 3-ലിരുന്ന് 2-മായി ഒരു കണക്ഷൻ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ അസാമാന്യമായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ കഴിവുള്ളവരായിരിക്കും. പഠിച്ചെഴുതാൻ അവർക്ക്, ഞാൻ പറയുന്നത് ഒരു ബുക്ക് വായിച്ച് പഠിച്ചെഴുതാനുള്ള കഴിവിനെ പറ്റിയാണ്. നോളജും കൂടി നമുക്ക് ഭയങ്കരമായിട്ട് ജ്ഞാനം കൂടി കിട്ടണമെങ്കിൽ, നോളജ്, വിസ്ഡം, ഇതൊക്കെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പർപ്പസ് ഒക്കെ ആലോചിച്ച് ചെയ്യണമെങ്കിൽ ജൂപ്പിറ്ററിന്റെ ബലവും കൂടി വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതും 9-ാം ഭാവമായിട്ട് ജൂപ്പിറ്റർ, അതായത് വ്യാഴത്തിന് ഏതെങ്കിലും വിധത്തിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അവർക്കും ഒരുപാട് ഹയർ എഡ്യൂക്കേഷന് പോകാൻ, പ്രത്യേകിച്ച് 2-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുന്ന ജാതകം നിങ്ങൾ ശ്രദ്ധിക്കണം. 2-ാം ഭാവാധിപൻ 9-ൽ ബലത്തിൽ നിൽക്കുക, അതിന് വ്യാഴത്തിന്റെ ഏതെങ്കിലും വിധ വ്യാഴം നോക്കുകയോ ഇല്ലെങ്കിൽ വ്യാഴവുമായി ബന്ധപ്പെടുകയോ നല്ല രീതിയിൽ ഇരിക്കണം കേട്ടോ. ഇതൊക്കെ മോശമാവരുത്.
നല്ല രീതിയിൽ ഇരിക്കണം. ബലവാനായിട്ടുള്ള വ്യാഴത്തിന്റെ നക്ഷത്രത്തിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞ് അതിന്റെ അടുത്ത ഡിഗ്രി എടുത്ത് അതും കഴിഞ്ഞ് PhD അങ്ങനെ ഒരു റേഞ്ചിൽ പോവാനായിട്ടുള്ള കഴിവ് അവർക്ക് അസാമാന്യമായിരിക്കും. പ്രത്യേകിച്ച് ആ ജാതകങ്ങളിൽ രണ്ടാം ഭാവാധിപൻ 9 കണക്ഷനോ ബുധൻ ലഗ്നത്തിലിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അസാമാന്യ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലഗ്നത്തിൽ ബുധൻ വന്ന് നല്ല ബലത്തിലിരിക്കുക, ലഗ്നാധിപനായി കന്നിരാശിയിലൊക്കെ ലഗ്നത്തിൽ ബുധൻ വന്നിരുന്നു കഴിഞ്ഞാൽ, കന്നിരാശിയിലൊക്കെ ലഗ്നത്തിൽ ബുധൻ വരികയാണെങ്കിൽ ഉച്ചനായിരിക്കും. അങ്ങനെ ജാതകങ്ങളിലൊക്കെ രണ്ടാം ഭാവാധിപൻ 9മായി കണക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പഠിക്കാൻ മിടുക്കന്മാരായിരിക്കും. 5ലും കൂടി ശുഭത്വം വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഒക്കെ പക്കയായിരിക്കും. അതുപോലെ തന്നെ ബുധൻ നീചനാവുന്ന ജാതകങ്ങൾ, രണ്ടാം ഭാവാധിപനായി ബുധൻ, പ്രത്യേകിച്ച് ഇടവ രാശിക്കാർക്കൊക്കെ രണ്ടാം ഭാവാധിപൻ ബുധനാണ്. രണ്ടാം ഭാവാധിപൻ നീചനാവുക ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. പഠിച്ചെത്താൻ അവർക്ക് പറ്റില്ല, പാസ്സാവില്ല, തോക്കും, അങ്ങനെയല്ല. പഠിച്ചെത്താൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവരെ ഒരുപാട് ഫോഴ്സ് ചെയ്യണം. അവർക്ക് മെമ്മറി പവർ കുറവായിരിക്കും. അതുപോലെ രണ്ടാം ഭാവാധിപൻ, അവർക്ക് 5ാം ഭാവാധിപൻ വരുന്നത് ബുധനാണ്. ഈ ബുധൻ അവിടെ നീചനാവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ജാതകങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നില്ല, അവർക്ക് പഠിച്ചാലും മനസ്സിലാവുന്നില്ല. കാരണം ഒന്ന് ഇത് തന്നെയാണ്. ബുധൻ നീചനാവുന്ന ജാതകങ്ങളിൽ, പ്രത്യേകിച്ച് ലഗ്നത്തിലൊക്കെ ബുധൻ നീചനായി കഴിഞ്ഞാൽ കുറച്ചും കൂടി കണക്ക് കൂട്ടലും കാൽക്കുലേഷൻ പവറും മെമ്മറി പവറൊക്കെ കുറവായിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാഴം നീചനാവുകയോ ഈ പറയുന്ന കണക്ഷനിൽ വരികയോ ഇല്ലെങ്കിൽ പാപനായ ഗ്രഹങ്ങളുടെ കൂടെ ഒന്നിച്ചിരിക്കുന്ന വ്യാഴം ബുധനൊക്കെ തന്നെയാണ് നമുക്ക് പഠിത്തത്തിൽ നമ്മുടെ കുറച്ച് ബാക്കോട്ട് വലിക്കുന്നതെന്നും മനസ്സിലാക്കുക. അതുപോലെ 5ാം ഭാവാധിപൻ ഇല്ലെങ്കിൽ 5ൽ പാപൻ ഇരിക്കുക, 5ാം ഭാവാധിപനും പാപബന്ധമോ നീചനോ ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ 5ൽ പാപനായ ഒരു ഗ്രഹം വരികയും 5ാം ഭാവാധിപൻ നീചനാവുകയോ അല്ലെങ്കിൽ പാപബന്ധത്തോടു കൂടിയോ ഇല്ലെങ്കിൽ കേതുവിന്റെയോ രാഹുവിന്റെയോ ഒക്കെ നക്ഷത്രത്തിലിരിക്കുന്ന 6, 8, 12ലൊക്കെ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 5ാം ഭാവാധിപൻ സർട്ടിഫിക്കേഷൻ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് മുടങ്ങാനോ പഠിത്തം പകുതിക്ക് നിർത്താനുള്ള സാഹചര്യങ്ങളോ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ നിരീക്ഷണത്തിന് വിട്ടു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് നിരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതുപോലെ പഠിത്തം മുടങ്ങിയ കുട്ടികളുടെയോ, നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കാം പക്ഷെ പഠിത്തം മുടങ്ങിയ കുട്ടികളോ ഇല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഇഷ്യൂസ് വരുന്ന കുട്ടികൾ, ഇതുവരെയായിട്ട് പഠിച്ചു കഴിഞ്ഞു, ഒരു ഏവറേജ് ഒക്കെ ആയിട്ട് പഠിത്തമായിരിക്കും, എന്നാലും പഠിച്ചു കഴിഞ്ഞു പക്ഷെ ഇതുവരെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ പഠിക്കാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാതെ കോളേജിലൊക്കെ ഒരുപാട് സപ്ലൈ ഒക്കെ വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ 4-5 കൊല്ലമായി വഴുകുന്നതൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. 5ാം ഭാവത്തിലോ 5ാം ഭാവാധിപനോ പാപബന്ധം വന്ന് 6, 8, 12ലോ, പ്രത്യേകിച്ച് 5ാം ഭാവാധിപൻ 12ൽ പോയാൽ അവിടെ പാപനായിട്ടും കൂടി ഒരു കണക്ഷനും കൂടി വന്നാൽ, പാപഗ്രഹങ്ങളുടെ കണക്ഷനും കൂടി വരികയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് സർട്ടിഫിക്കേഷൻ ഇഷ്യൂ വരും, പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ പഠിച്ച കാര്യം തന്നെ അവർക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ കാണാറുണ്ട്. അതും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെ മതി. ഇതൊക്കെ വെച്ച് തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സ്വയം കുട്ടികളുടെയൊക്കെ ജാതകം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്തെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്പർ. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതും ആണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.